കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിന്റെ പ്രഭവ കേന്ദ്രമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊല്ലത്തെ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഈ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. നിലവിലെ INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന സമയത്തൊക്കെയായിരുന്നു ഈ അഴിമതി നടന്നത് എന്നതാണ് കേസ്. അതുപോലെ തന്നെ രതീഷ് ഇതിന്റെ MD ആയിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ വലിയ നിയമപോരാട്ടം അബ്ജോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരിൽ ഉൾപ്പെട്ട അഴിമതി കേസ് അത് ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ വലിയ നിയമ പോരാട്ടം നടത്തിയ ആളാണ്. ഏകദേശം 2008 മുതൽ തുടങ്ങിയ നിയമ പോരാട്ടമാണ് ഇപ്പോൾ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടു. ഉറപ്പായിട്ടും 2008 മുതലാണ്, 18 വർഷമായി. എന്തായാലും സത്യത്തിന് അന്തിമ വിജയം ഉണ്ടാവുമെന്ന് പറയുന്നത് ശരിയാണെന്ന് ഈ കേസിൽ കൂടെ ബോധ്യപ്പെടും നമുക്ക്. അത്രത്തോളം ഒരു പോരാട്ടമായിരുന്നു ഈ 18 വർഷക്കാലം നടത്തിയത്. കാര്യം ഞാൻ മുട്ടാത്ത വാതിലുകളില്ലായിരുന്നു. പക്ഷേ അവസാനം എന്നും എനിക്ക് സഹായകരമായി നിന്നിട്ടുള്ളത് കോടതിയും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുമാണ്. മാധ്യമങ്ങളും കോടതിയും കൂടിയാണ് ഈ കേസ് ഇവിടം വരെ എത്തിച്ചത്. എന്തായാലും വളരെ നന്ദി. എനിക്ക് ആദ്യമായിട്ട് ഈ രണ്ട് സമൂഹത്തിനോടാണ് നന്ദി പറയാനുള്ളത്. ഈ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് CBI ആവശ്യപ്പെടുന്നു. പക്ഷേ അത് അനുമതി നിഷേധിച്ചത് പിണറായി സർക്കാരാണ്. ഒരു കോൺഗ്രസ് നേതാവിനെ എന്തുകൊണ്ട് LDF സർക്കാർ സംരക്ഷിച്ചു എന്നൊരു ചോദ്യമൊക്കെയായിരുന്നു ഘട്ടത്തിൽ ഉയർന്നത്. ഉറപ്പായിട്ടും നമുക്കറിയാമല്ലോ, പിണറായി സർക്കാർ ഭരണത്തിൽ എന്ന 10 വർഷക്കാലവും INTUC എന്ന പ്രസ്ഥാനം ഒരു അക്ഷരം പോലും സർക്കാരിനെതിരെ പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആശാസമരം നടന്നപ്പം KPCC അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ട് പോലും അദ്ദേഹം ഒന്ന് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോട്ടാണ് പോയത്. അന്നേരം അവർ തമ്മിലുള്ള ഒരു ബന്ധം വളരെ ദൃഢമായിരുന്നു. അതിന്റെയും കൂടെ പ്രതിഫലനമാണ്. അത് മാത്രമല്ല, ഈ സ്ഥാപനത്തിൽ നിന്നും ആ 10 വർഷക്കാലം, ഈ അന്വേഷണ പരിധിയിൽ വന്ന 10 വർഷക്കാലത്ത് 500 കോടിക്ക് മുകളിൽ പണം ഇവിടുന്ന് കൊള്ളയടിച്ചിട്ടുണ്ട്, അഴിമതി നടത്തിയിട്ടുണ്ട്. ആ പണത്തിന്റെയും കൂടെയൊക്കെ ഒരു ബലമാണ് അവർക്ക് ഇത്രയും വലിയൊരു പ്രൊട്ടക്ഷൻ കൊടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരൊക്കെ ഇപ്പോഴും ഒരു സ്ഥാനങ്ങളിൽ തുടരുകയാണ്. INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് രതീഷ് ആണെങ്കിൽ ഇപ്പോൾ ഖാദി ബോർഡ് സെക്രട്ടറി, അങ്ങനെയുള്ള പദവികളിലാണ് ഇപ്പോഴും. അതിൽ നിന്നൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു നടപടി വന്ന സ്ഥിതിക്ക് ഒഴിവാക്കേണ്ടതല്ലേ? ഇത് ഗവൺമെന്റ് ഇനിയെങ്കിലും കണ്ണു തുറക്കണം. കഴിഞ്ഞ 18 വർഷക്കാലം ഞാൻ ഈ പോരാട്ടം നടത്തിയത് എന്റെ വീട്ടിലെ കാര്യത്തിന് വേണ്ടി അല്ലായിരുന്നു. എന്റെ കൺമുന്നിൽ നടന്ന, ഞാൻ കൊല്ലത്ത് ജനിച്ചു വളർന്ന എന്റെ കൺമുന്നിൽ നടന്ന ഒരു അഴിമതിയെ ചൂണ്ടിക്കാണിച്ച് ഞാൻ എല്ലാ ഏജൻസികൾക്കും പരാതി കൊടുത്തു. സംസ്ഥാനത്തെ 7 ഏജൻസികൾ അഴിമതി കണ്ടെത്തി. CJM കോടതി മുതൽ സുപ്രീം കോടതി വരെ അഴിമതി കണ്ടെത്തി. എന്നിട്ടും ഇവർക്ക് കൊടുത്ത പ്രൊട്ടക്ഷൻ, അത് ഈ അഴിമതിക്കാർക്ക് അവർ കൊടുക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് എനിക്കും പൊതുജനങ്ങൾക്കും തോന്നത്തുള്ളൂ. കാര്യം നിങ്ങൾ അഴിമതി ചെയ്തോളൂ, സർക്കാർ അതിന്റെ മാക്സിമം നിങ്ങളെ ഞങ്ങൾ സഹായിക്കും എന്നുള്ളൊരു മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ പൊതുപ്രവർത്തകരാണ്, ഒരുപാട്